പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് ജനങ്ങളിൽ വളരെയധികം ആശ്വാസകരമായുള്ള ഒരു വാർത്തയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ഒപ്പം തന്നെ ഉത്തരവ് ലഭിച്ച സ്ഥിതിക്ക് ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തിവെച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം, ഇടക്കാല ഉത്തരവ് പ്രകാരമാണ് ഇത് നിർത്തിവെക്കാൻ കാരണമായത്. ഏകദേശം ഒരു 12:35 കൂടി പൂർണ്ണമായും ഫാസ്ടാഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ടോൾ പ്ലാസ അധികൃതർ തന്നെ എത്തി നിർത്തുകയായിരുന്നു. വാഹനങ്ങൾ സുഗമമായി തന്നെ കടന്നു പോകുന്നുണ്ട്. ഇത്തരത്തിൽ സന്തോഷകരമായ കാര്യം തന്നെയാണ് അവിടെ ഇത്രയും കാലത്തിനിടയിൽ അവിടെ ഉണ്ടായത്. കാരണം ഇപ്പോൾ ഏകദേശം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു നീണ്ട കാലാവധിയിൽ ഒരു ടോൾ പിരിവ് അവിടെ പാലിയക്കരയിൽ നിർത്തിവെക്കുന്നത്. ഇത്തരത്തിൽ നിർത്തിവെച്ചതോടെ നിരവധി ആയിരക്കണക്കിന് വാഹനയാത്രികർക്ക് ഇതൊരു ഗുണകരമാകുന്നത്. കാരണം ദേശീയപാതയിലെ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുൻപുണ്ടായ ദേശീയപാതയിലെ ഗതാഗത കുരുക്കും അടിപ്പാതകളുടെ നിർമ്മാണവും എല്ലാം സഹിച്ച് യാത്രക്കാർ ദുരിതമനുഭവിച്ചാണ് ദേശീയപാതയുടെ അമിതമായ ടോൾ നൽകി കടന്നുപോയിരുന്നത്. അതിനൊരു ആശ്വാസമായിരിക്കുകയാണ് ഇപ്പോൾ. ഒരു മാസത്തേക്കെങ്കിലും ഇതൊരു താൽക്കാലികമായി നിർത്തിവെച്ച ഈ നടപടി, ഹൈക്കോടതിയുടെ നടപടി ഏറെ സന്തോഷകരമായാണ് ആളുകൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഹർജിക്കാരും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്തും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജോസഫ് താജറ്റ് ഉൾപ്പെടെയുള്ള ഹർജിക്കാരും ഇതുപോലെ സന്തോഷം പങ്കുവെച്ചു. ടോൾ പ്ലാസയിലെത്തി അതുപോലെ തന്നെ യാത്രക്കാർക്ക് എല്ലാവർക്കും മധുരം നൽകി ഈ സന്തോഷം പങ്കുവെക്കുകയുണ്ടായി. ഒപ്പം തന്നെ യാത്രക്കാരുടെ പ്രതികരണവും ഏറെ സന്തോഷകരമായ രീതിയിൽ തന്നെയാണ്. കാരണം ഇത്രയും കാലം ഈ ദുരിതമനുഭവിച്ചു പോയ യാത്രയ്ക്ക് ഒരു അറുതി വന്നിരിക്കുന്നു, ഒരു അറുതി വന്നിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ കേരളത്തിലുള്ള അതുപോലെ തന്നെ ഇവിടുത്തെ ടോൾ പ്ലാസയുടെ ഗുണ്ടായുസം, ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ അസഭ്യം പറച്ചിൽ ഇതെല്ലാം കേട്ട് ടോൾ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരു ഗതികളിൽ നിന്നും അല്പമെങ്കിലും ഒരു ആശ്വാസം അവർക്ക് ഈ ഒരു മാസത്തിലെങ്കിലും കിട്ടിയിരിക്കുകയാണ് ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഈ നിലപാട്, ഒപ്പം തന്നെ ദേശീയപാതയ്ക്ക് ആഴ്ചകൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ വിമർശനം, ഇതെല്ലാം എന്ന് ദേശീയപാതയിലെ ടോൾ പിരിവ് നിർത്തിവെക്കും, പാലിയക്കര ടോൾ പിരിവ് നിർത്തിവെക്കുമെന്നുള്ളൊരു ആളുകളുടെ ഒരു ആകാംക്ഷ, ഇതിനൊക്കെ ഒരു പരിഹാരമായിരിക്കുകയാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവും അത് വിധി നടപ്പിലാക്കിയതോടെ സംഭവിച്ചിരിക്കുന്നത്. പ്രിയങ്ക.